Hi students, welcome to the Latentry online coaching section conducted by Sciencetech. Myself Adul Krishnan AR. ലാറ്ററൻറി എക്സാമിൻ്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സിലബസിൽ 2 മോഡ്യൂളുകളായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഈ സബ്ജക്റ്റിൻ്റെ ആദ്യത്തെ സെക്ഷനാണിത്. അധികം സമയം കളയുന്നില്ല, ഡയറക്റ്റ് ലെക്ചറിലേക്ക് കിടക്കാം. IC എഞ്ചിൻ അഥവാ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ. എന്താണ് ഒരു എഞ്ചിൻ? ഒരു ഓട്ടോമൊബൈലിൻ്റെ ഹാർട്ട് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന കമ്പോണൻ്റാണ് എഞ്ചിൻ. ഒരു ഓട്ടോമൊബൈൽ സ്വയം പ്രൊപ്പൽ ചെയ്യാനായിട്ട് വേണ്ട പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ബാങ്കാണ് ശരിക്കും ഒരു എഞ്ചിൻ. ഇങ്ങനെ ഒരു എഞ്ചിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് കമ്പോണൻസ് ചേർന്നിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് ഈ കമ്പോണൻസ് ആണ്. ഏതെല്ലാം ചെറിയ ചെറിയ കമ്പോണൻസ് ചേർന്നിട്ടാണ് ഒരു എഞ്ചിൻ അസംബ്ലി ഉണ്ടാകുന്നത്. ഈ ഓരോ കമ്പോണൻസിൻ്റെ ഫങ്ഷനും കൂടി നോക്കാം. ദ ഫസ്റ്റ് മേജർ കമ്പോണൻറ്റ് ഓഫ് ആൻ IC എഞ്ചിൻ, സിലിണ്ടർ ബ്ലോക്ക്. ഇറ്റ് ഈസ് എ ബേസിക് ഫ്രെയിംവർക്ക് ഓഫ് ദി എഞ്ചിൻ. ഒരു എഞ്ചിൻ്റെ ബേസിക് ഫ്രെയിംവർക്ക് ആണ് സിലിണ്ടർ ബ്ലോക്ക്. അതായത് ബാക്കി കമ്പോണൻസ് എല്ലാം അന്ന് അസംബിൾ ചെയ്യുന്നത് ഈ ഒരു ബ്ലോക്കിനകത്താണ്. ദ എൻജിൻ സിലിണ്ടർ ഈസ് എൻക്ലോസ്ഡ് ഇൻ ദ സിലിണ്ടർ ബ്ലോക്ക്. എൻജിൻ സിലിണ്ടർ എന്ന് പറയുന്ന പാർട്ട് എന്ത് ചെയ്യാണ്, ഇതിനകത്ത് എൻക്ലോസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, there are holes drilled for the passage of lubricating oil and water jacket are provided for the heat exchange. ഇതൊരു സിലിണ്ടർ ബ്ലോക്കിൻ്റെ ഫിഗറാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഹോൾസ് ഡ്രിൽ ചെയ്തായിട്ട് കാണാൻ പറ്റും. എന്തിനാണ് ഈ ഹോൾസ്? ലൂബ്രിക്കേറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, വാട്ടർ ജാക്കറ്റ്, എൻജിൻ്റെ ഓവർ ടെമ്പറേച്ചറിനെ കൂൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉള്ള വാട്ടർ ജാക്കറ്റും ഈ ഒരു സിലിണ്ടർ ബ്ലോക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അറിയേണ്ടത് ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ് സിലിണ്ടർ ബ്ലോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ദ മെറ്റീരിയൽ യൂസ്ഡ് ആർ ഗ്രേ കാസ്റ്റ് അയൺ ആൻഡ് അലൂമിനിയം അലോയി. ഓക്കെ, അപ്പോൾ സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബേസിക് ഫ്രെയിംവർക്ക് ഓഫ് ദി എൻജിൻ. ബാക്കി എല്ലാ കമ്പോണൻസും വന്ന് അസംബിൾ ചെയ്യുന്നത് ഈ ഒരു ഫ്രെയിംവർക്കിലേക്കാണ്. എൻജിൻ സിലിണ്ടർ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ എൻജിൻ സിലിണ്ടർ എന്ന് പറയുന്ന കമ്പോണൻറ്റ്, അതുപോലെ തന്നെ ഒട്ടനവധി ഹോൾസ് ലൂബ്രിക്കേറ്റിംഗ് പർപ്പസിനും അതുപോലെ തന്നെ കൂളിംഗ് പർപ്പസിനുമായിട്ട് ഈ ഒരു സിലിണ്ടർ ബ്ലോക്കിൽ നമ്മൾ ഡ്രിൽ ചെയ്തിട്ടുണ്ട്. ഇനി അറിയേണ്ടത് എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? ഗ്രേ കാസ്റ്റ് അയണും അലൂമിനിയം അലോയ്സ് ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, IC എഞ്ചിൻ ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും കൂടിയല്ല, ഏതെങ്കിലും ഒരെണ്ണം, ഒന്നുകിൽ ഗ്രേ കാസ്റ്റ് അയൺ അല്ലെങ്കിൽ അലൂമിനിയം അലോയ്. അക്കോർഡിംഗ് ടു ദി ആപ്ലിക്കേഷൻ ഇത് മാറി വരും. മൂവിങ് ടു ദി നെക്സ്റ്റ് കമ്പോണൻറ്റ്, ക്രാങ്ക് ഒരു സിലിണ്ടർ ബ്ലോക്കിൻ്റെ ഏറ്റവും ലോവർ മോസ്റ്റ് പാർട്ടാണ് ക്രാങ്ക് ആൻഡ് ഇറ്റ് ഹൗസസ് ദി ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട്. ആ ഒരു കമ്പോണൻറ്റിനെ ഹൗസ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്രാങ്ക് കേസിൻ്റെ ഫങ്ഷൻ. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ദ സപ്പോർട്ട് ഫോർ ദി മെയിൻ ജേണൽ ആൻഡ് ദി ബിയറിംഗ് ഓഫ് ദി ക്രാങ്ക് ഷാഫ്റ്റ്. മെയിൻ ജേണൽസും അതുപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ബിയറിങ്ങിനെയും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ഈ ക്രാങ്ക് കേസ് ആണ്. ഇവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗ്രേ കാസ്റ്റ് അയണും അലൂമിനിയം അലോയിയാണ്. നമ്മുടെ മേജർ കേസിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിലിണ്ടർ ബ്ലോക്കും ക്രാങ്ക് കേസും ഒരൊറ്റ അസംബ്ലി ആയിട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് കമ്പോണൻറ്റ് ഈസ് സിലിണ്ടർ ഹെഡ്. സിലിണ്ടർ ബ്ലോക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന പാർട്ടാണ് സിലിണ്ടർ ഹെഡ്. അതായത് ഒരു സിലിണ്ടർ ബ്ലോക്കിന് 2 ഭാഗങ്ങളായിട്ട് നമുക്ക് പറയാം. അതായത് സിലിണ്ടർ ബ്ലോക്കിൻ്റെ മുകൾ ഭാഗവും സിലിണ്ടർ ബ്ലോക്കിൻ്റെ താഴ്ഭാഗവും. അപ്പോൾ സിലിണ്ടർ ബ്ലോക്കിൻ്റെ മുകൾ ഭാഗം വന്ന് കവർ ചെയ്യുന്നത് ഒരു സിലിണ്ടർ ഹെഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു സിലിണ്ടർ ഹെഡിൻ്റെ ഫിഗറാണ്. ഇറ്റ് ഫോംസ് ദി ടോപ്പ് സർഫസ് ഓഫ് എ സിലിണ്ടർ ബ്ലോക്ക് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് വാൽവ് ഗേറ്റ്സ്, വാൽവ് സീറ്റ് ആൻഡ് കൂളിംഗ് ജാക്കറ്റ്. അപ്പോൾ ഈ പറയുന്ന കമ്പോണൻസ്, വാൽവ് ഗേറ്റുകളും വാൽവ് സീറ്റും കൂളിംഗ് ജാക്കറ്റുകളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ സിലിണ്ടർ ഹെഡിലും ഉണ്ട്. അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗിനെ ഫിറ്റ് ചെയ്യാനുള്ള ഹോൾസ് ഡ്രിൽ ചെയ്തിരിക്കുന്നതും സിലിണ്ടർ ഹെഡിനകത്താണ്.
ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഫോംസ് ദി കമ്പഷൻ ചേമ്പർ എബോവ് ദി സിലിണ്ടർ. സിലിണ്ടർ മേളിൽ ഒരു കമ്പഷൻ ചേമ്പർ ഉണ്ടാക്കുന്നത് ശരിക്കും സിലിണ്ടർ ഹെഡാണ്. നമ്മൾ ഓരോരോ കമ്പോണന്റ് വൈസ് പോവുകയാണ്. ഇപ്പോൾ ശരിക്കും ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ, അതായത് ഇതിൻ്റെ വർക്കിംഗ് പഠിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇതൊരു അസംബിൾഡ് വ്യൂ ആയിട്ട് കാണുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി വരും. ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കമ്പോണൻസ് ജസ്റ്റ് പരിചയപ്പെട്ട് പോവാം. ഓയിൽ സമ്പ്. ഇറ്റ് ഫോംസ് ദി ബോട്ടം ഹാഫ് ഓഫ് ക്രാങ്കേസ്. ക്രാങ്കേസിൻ്റെ ഏറ്റവും ലോവർ മോസ്റ്റ് പാർട്ടാണ് ഓയിൽ സമ്പ്. ആൻഡ് സ്റ്റോർസ് എഞ്ചിൻ ഓയിൽ ഫോർ ദി എഞ്ചിൻ ലൂബ്രിക്കേഷൻ. എഞ്ചിൻ ലൂബ്രിക്കേഷന് യൂസ് ചെയ്യുന്ന എഞ്ചിൻ ഓയിൽ വന്ന് സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു പാർട്ടിലാണ്. നെക്സ്റ്റ് പോയിന്റ്, സെർവ്സ് ആസ് എ കണ്ടെയ്നർ ഫോർ ദി സെറ്റിൽമെൻറ്റ് ഓഫ് ഇമ്പ്യൂരിറ്റീസ്. നിങ്ങൾക്കറിയോ, ഒരു കമ്പഷൻ ചേമ്പറിനകത്ത് അല്ലെങ്കിൽ ഒരു എഞ്ചിനകത്ത് ഒരു കമ്പഷൻ നടക്കുന്നുണ്ട്, അതായത് ഫ്യൂവലിൻ്റെ ഒരു എക്സ്പ്ലോഷൻ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന ഇമ്പ്യൂരിറ്റീസ്, കാർബൺ ഡെപ്പോസിറ്റ്സ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കളക്റ്റീവായിട്ട് നമ്മുടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ചെന്ന് ചേരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റിൽ ചെയ്യുന്നത് എവിടെയാണ്, ഓയിൽ സമ്പിലാണ്. ഈ ഓയിൽ സമ്പിന് താഴെയുള്ള ഒരു ഡ്രെയിൻ പ്ലഗ് വഴിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മളൊരു 6 മാസം കൂടുമ്പോഴത്തേക്ക് സർവീസ് ചെയ്യുമ്പോൾ ഈ ഒരു ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ലോവർ മോസ്റ്റ് പാർട്ടാണ് ഓയിൽ സമ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മാനിഫോൾഡ്. മാനിഫോൾഡ് ഈസ് സിംപ്ലി എ പൈപ്പ്. എഞ്ചിനകത്തൊരു കമ്പഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂവൽ അതുപോലെ തന്നെ എയർ എഞ്ചിനകത്തേക്ക് കൊണ്ടു ചെല്ലണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു പാത്ത് വേണം. ആ ഒരു പാത്താണ് ശരിക്കും മാനിഫോൾഡ്. അപ്പോൾ മാനിഫോൾഡ് വേണമെങ്കിൽ നമുക്കൊരു പാത്താന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പൈപ്പാന്ന് പറയാം. അതുപോലെ തന്നെ ഫ്യൂവൽ കൊണ്ടെത്തിച്ച് കഴിഞ്ഞ് ഒരു കമ്പഷൻ നടന്നിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള എക്സോസ്റ്റ് ഗ്യാസുകളെ എന്ത് ചെയ്യണം, എഞ്ചിന് പുറത്തേക്ക് കൊണ്ടുപോകണ്ടേ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു അനദർ മാനിഫോൾഡ് ആവശ്യമുണ്ട്. അതിനെ നമ്മൾ വിളിക്കും എക്സോസ്റ്റ് മാനിഫോൾഡ് എന്ന് വിളിക്കും. അപ്പോൾ മാനിഫോൾഡ് എന്ന് വെച്ചാൽ എന്താണ്, സിംപ്ലി പൈപ്പാണ്. അത് 2 ടൈപ്പായിട്ടുണ്ട്. അതിൽ എയർ ഫ്യൂൽ മിക്സ്ചറിനെ എഞ്ചിൻ സിലിണ്ടർ അകത്തേക്ക് കൊണ്ടുവരുന്നത് ഇൻലെറ്റ് മാനിഫോൾഡും, അതുപോലെ തന്നെ കമ്പഷന് ശേഷമുള്ള എക്സോസ്റ്റ് ഗ്യാസിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എക്സോസ്റ്റ് മാനിഫോൾഡുമാണ്. ഓക്കെ, ഇവിടെ കാണിച്ചേക്കുന്ന ഒരു മാനിഫോൾഡിൻ്റെ ഫിഗറാണ്, കണ്ടോ. ഒരു സിംപ്ലി ഒരു പൈപ്പ് തന്നെയാണ്. ശരിക്കും ഇവിടെ എത്ര സിലിണ്ടറിലേക്ക് ഈ പൈപ്പ് കൊണ്ടുപോകുന്നുണ്ട് എയർ ഫ്യൂൽ മിക്സ്ചറിനെ ഒന്ന് നമുക്ക് എണ്ണി നോക്കാം. ഓക്കെ, ഒരു 4 സിലിണ്ടറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാനിഫോൾഡ് ഈ എയർ ഫ്യൂൽ മിക്സ്ചറിനെ എത്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരു പൈപ്പാണ് മാനിഫോൾഡ് എന്ന് മനസ്സിലാക്കുക. ദെൻ എൻജിൻ വാൽവ്സ്. മാനിഫോൾഡുമായിട്ട് ചേർന്ന് വരുന്ന ഒരു കമ്പോണൻ്റാണ് എൻജിൻ വാൽവ്. എന്താണ് ഒരു എൻജിൻ വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റെഗുലേറ്ററി കമ്പോണൻ്റാണ് എൻജിൻ വാൽവ്. അപ്പോൾ മാനിഫോൾഡ് എന്ന് പറയുന്ന ഈ പൈപ്പിലൂടെ വേണമെന്നുണ്ടെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചർ എൻജിൻ സിലിണ്ടർ അകത്തേക്ക് എത്തും. അതുപോലെ തന്നെ എക്സോസ്റ്റ് ഗ്യാസ് എക്സോസ്റ്റ് പൈപ്പിലൂടെ പുറത്തോട്ട് പോകണം, അതായത് എക്സോസ്റ്റ് മാനിഫോൾഡ് വഴി പുറത്തോട്ട് പോകണം. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് എൻജിൻ വാൽവ്. ഓക്കെ, അപ്പോൾ അതിൽ ഇൻലെറ്റ് വാൽവിൻ്റെ ഫംഗ്ഷൻ എന്താ, ഇറ്റ് അഡ്മിറ്റ് ദ എയർ ഫ്യൂൽ മിക്സ്ചർ ഇൻ ടു ദി എൻജിൻ സിലിണ്ടർ. അതേസമയം എക്സോസ്റ്റ് വാൽവ് ആണെങ്കിലോ ഇറ്റ് ഫോഴ്സസ് ദി എക്സോസ്റ്റ് ഗ്യാസസ് ഔട്ട് അറ്റ് ദി കറക്റ്റ് ടൈമിങ്. നമ്മൾ 2 മാനിഫോൾഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ, 2 പൈപ്പുകൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ 2 പൈപ്പിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെഗുലേഷൻ നടത്തുന്ന ആരാണ്, വാൽവുകളാണ്. സിംപ്ലി നമ്മൾ വെള്ളം കൊണ്ടുപോകുന്ന ഒരു പൈപ്പിനെ കുറിച്ച് ആലോചിച്ചേ. ആ പൈപ്പിന് ഒരു ടാപ്പ് കൂടി ഉണ്ടാകുമ്പോഴാണല്ലോ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, റെഗുലേറ്റ് ചെയ്യാൻ പറ്റുക. അതിൽ നിന്ന് ആ പൈപ്പിൽ നിന്ന് നമുക്ക് വെള്ളം ആവശ്യത്തിന് എടുക്കാനും അതേപോലെ ആവശ്യം കഴിഞ്ഞാൽ അടയ്ക്കുകയും വേണ്ടേ. അപ്പോൾ ആ ഒരു ഫംഗ്ഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ വാൽവുകൾ ചെയ്യുന്നത്. ഇനി ഈ ഒരു ഇൻലെറ്റ് വാൽവും അതേപോലെ എക്സോസ്റ്റ് വാൽവും കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇരിക്കും, കണ്ടോ. പക്ഷേ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻലെറ്റ് വാൽവിൻ്റെ സൈസ് കമ്പയർഡ് ടു എക്സോസ്റ്റ് വാൽവ് കുറച്ച് വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇൻലെറ്റ് വാൽവിനെ എക്സോസ്റ്റ് വാൽവിനെ. അത് മാത്രമല്ല, എക്സോസ്റ്റ് വാൽവ് നോക്കിക്കഴിഞ്ഞാൽ അത് വഴിയിട്ടാണ്, എക്സോസ്റ്റ് മാനിഫോൾഡ് വഴിയാണ് എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എക്സോസ്റ്റ് ഗ്യാസുമായിട്ടുള്ളൊരു കോണ്ടാക്ട് വരുന്നത് കൊണ്ട് എക്സോസ്റ്റ് വാൽവുകൾക്ക് കുറച്ച് ഓവറായിട്ട് കാർബൺ ഡെപ്പോസിറ്റ് അതിൻ്റെ മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. ഇനി എന്ത് വെച്ചിട്ടാണ് എഞ്ചിൻ വാൽവ് ഉണ്ടാക്കിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, മെറ്റീരിയൽ യൂസ്ഡ് ആർ സിലിക്കൺ ക്രോം സ്റ്റീൽ. സിലിക്കൺ ക്രോം സ്റ്റീൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, എഞ്ചിൻ വാൽവ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഗ്യാസ്കറ്റ്. 2 അസംബ്ലീസിനെ
ടൈറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ഒരു ജോയിന്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഗ്യാസ്കറ്റ്. They are used to provide a tight fitting joint between the two surfaces, and the material used are cork, asbestos, rubber. നമ്മൾ ആദ്യം കണ്ട സിലിണ്ടർ ബ്ലോക്കും സിലിണ്ടർ ഹെഡും അതുപോലെ തന്നെ ആ ഒരു ഓയിൽ സമ്പിൻ്റെ യൂണിറ്റ്, അപ്പോൾ ഇവരെയൊക്കെ എന്ത് ചെയ്യണം, ഒരൊറ്റ അസംബ്ലി ആയിട്ട് ജോയിൻ ചെയ്യണം അല്ലേ. അപ്പോൾ ഈ ഒറ്റ അസംബ്ലി ആയിട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ജോയിന്റ് ഇതിനിടയിൽ ഉണ്ടാക്കണം. സോ വി വിൽ പ്ലേസ് ദിസ് ഗ്യാസ്കറ്റ് ഇൻ ബിറ്റ്വീൻ ദി മേറ്റിംഗ് സർഫസ്. അപ്പോൾ ഇവരുടെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഗ്യാസ്കറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗ്യാസ്കറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ടു പ്രൊവൈഡ് എ ടൈറ്റ് ഫിറ്റിംഗ് ജോയിന്റ് ബിറ്റ്വീൻ ദി ടു സർഫസസ്. ഇതോടുകൂടി ഓട്ടോ എഞ്ചിനീയറിംഗിൻ്റെ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. IC Engineer components ഇനിയും ഉണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. We will continue that in the next following section. ഏറ്റവും നല്ല ലാറ്ററൽ എൻട്രി ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് പ്ലീസ് ഫോളോ സയൻസ് ടെക് ആൻഡ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.